Hello everyone, welcome back to our channel Shuttu and Mama. ഇന്ന് ഭയങ്കര ലേസി ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ ഒരു മൂഡും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ലേസിനെസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലേസിനെസ് ആയിരുന്നു. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒന്ന് ഹെയർ വാഷ് ചെയ്യാത്ത കുറേ ദിവസമായി. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും തിരക്കും ഒക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായി ഹെയർ വാഷ് ചെയ്യാത്ത. അപ്പോൾ ഇന്ന് എന്തായാലും ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഞാൻ നല്ലപോലെ എണ്ണയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പിന്നെ ഹെയർ ഫോളിൻ്റെ കാര്യം പിന്നെ ആഫ്റ്റർ ഡെലിവറി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് ആദ്യം എന്താ പറയുക, നല്ലപോലെ മുടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ലെങ്ത് വൈസ് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ചില ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് നല്ലപോലെ മുടി നീളം വയ്ക്കുകയും അതുപോലെ തന്നെ തടി വരുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഓവർലി അങ്ങനെ ലെങ്ത് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല മുടി, നോർമലി. പക്ഷെ നല്ല തിക്നെസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള നമ്മുടെ വേദ കുളിയും താളി തേച്ച് കുളിയും അതിൻ്റെയൊക്കെ റിസൾട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതൊരു 5-6 മാസം, അതുമല്ല ഒരു വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ. ഇപ്പം നല്ല പോലെ ഹെയർ ഫോളുണ്ട്. ഹെയർ തിന്നനിങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ലൈഫിൽ ഇങ്ങനെ ഹെയർ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര പ്രശ്നത്തിലാണിപ്പോൾ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് മുടി പോകുന്നതിൽ. ആൻഡ് വൈറ്റമിൻ ഡീൻ്റെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഡോക്ടർ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചെങ്കിലും മുടി ഊരൽ കുറയും എന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല എത്രമാത്രം പോസിബിളാണെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ ഹെയർ മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് ഷുട്ടുൻ്റെ കുറച്ച് പാമ്പേഴ്സ് ഉണ്ടായിരുന്നു പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. ആൻഡ് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറേ ദിവസമായി മീൻ തന്നെ കഴിക്കുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞു. ആൻഡ് ചിക്കൻ വാങ്ങുമ്പോൾ നമ്മൾ ചിക്കൻ കറിയും ചോറോ എന്തെങ്കിലും വെക്കണം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ പിന്നെ അത് ചിക്കൻ കറിയും നെയ്ച്ചോറും വെക്കാമെന്നുള്ള പ്ലാനിലെത്തി. പിന്നെ അതും മാറി എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തെന്ന് പിന്നെ നമുക്കിന്ന് ബിരിയാണി വെക്കാമെന്നുള്ള പരിപാടിയിലായിരുന്നു. നമ്മൾ ഓണത്തിന് വെജും പിന്നെ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓണത്തിനെ വാങ്ങി വെച്ചിട്ടുള്ള നമ്മളെ അടിപൊളി എന്താ പറയുക ബിരിയാണി റൈസൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഷുട്ടു അപ്പുറത്ത് അമ്മൂൻ്റെ അടുത്ത് പോയിട്ടാണല്ലേ. അപ്പം ഞാൻ അപ്പോഴേക്കും ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആൾ ഇന്ന് എന്താ പറയുക ഫ്രൈഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ അവൾക്ക് ലീവോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ആടെ അമ്മ ഉണ്ടെന്ന് കേട്ടപാടെ തന്നെ അമ്മൂൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കൂടി. അതുകൊണ്ട് എനിക്ക് കുറച്ച് സൗകര്യമായി. ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് ചോദിച്ചു. നമ്മളെല്ലാവരും കൂടി, ഞാനെന്നല്ല നമ്മളെല്ലാവരും കൂടി അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഉള്ളിയൊക്കെ തോല് കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ അപ്പുറത്ത് എന്തോ പണിയിലാണ്. നമുക്ക് ഇന്ന് ഓൾറെഡി പണിക്കാറും ഉണ്ട് പറമ്പൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അമ്മ. അവർക്ക് ഫുഡും ചായയൊക്കെ കൊടുക്കേണ്ട ഒരു ചെറിയ പരിപാടിയിലാണ്. ഇന്ന് രാവിലെ നമുക്ക് ബാജി കറിയും ചപ്പാത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ചപ്പാത്തി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവർക്ക് പുട്ടും ബാജിയും കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ അമ്മ ഇങ്ങനെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അടുക്കളയിൽ കയറി ഏറ്റവും കൂടുതൽ സംസാരം മാത്രമാണ്. അത് ഇവിടെ നിന്നല്ല, നമ്മളിപ്പോൾ അങ്ങ് വീട്ടിൽ ഞാനും മീച്ചിയും ആണ് അടുക്കളയിലെങ്കിലും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കുറേ ഗോസിപ്സൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുക. അതിനിടയ്ക്ക് പാട്ടും വെക്കും. അങ്ങനെ ഞാൻ അതാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം എൻ്റെ ഫോണിൽ ക്യാമറ ഓൺ ആണെങ്കിലും ഞാൻ ഓൾറെഡി പാട്ടും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നമ്മൾ പാട്ടും കേട്ട് ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പല ടിപ്സും ട്രൈ ചെയ്യും. നമ്മൾ വെളുത്തുള്ളി എങ്ങനെ പൊളിക്കാമെന്നൊക്കെ ഉള്ള ഒരു ഗവേഷണത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഇപ്പം വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. നല്ല രസമുള്ള ദിവസങ്ങളായിരുന്നു. ഇനിയിപ്പോൾ ഇതാ എന്ന് പറഞ്ഞ് ഇവർ പോവാറായി. ആകെ 1 മന്ത് ലീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇനിയിപ്പോൾ ഒരു 1 വീക്കൊക്കെ കൊണ്ട് ഇവരും പോവും. അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷൻസൊക്കെ ഉണ്ട് എനിക്ക് മൈൻഡിൽ. എന്താ പറയുക, പിന്നെയും ആരുമില്ല, ഒറ്റയ്ക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ വല്ലപ്പോഴും വരും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടിങ്ങിലേക്ക് പിന്നെ കടന്നു. ആദ്യം ഞാൻ ഈ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതില്ലേ, വളരെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ചിക്കൻ കറി വെക്കാനായിരുന്നു പ്ലാൻ ആദ്യം. ഇതൊക്കെ കട്ട് ചെയ്ത് കുറച്ചൊക്കെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറും വേണ്ട ബിരിയാണി വെക്കാം എന്നുള്ള ഒരു പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ പിന്നെ ഞാൻ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അധികം മാറ്റാനൊന്നും വയ്യാന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്തൊക്കെയോ കലവല പറയുന്നുണ്ട്. അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഫ്രൈഡേ. ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല.
എന്തൊക്കെയോ അസ്വസ്ഥതകൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനത്തെ കുറേ ദിവസങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ വളരെ കഷ്ടപ്പെട്ടിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ദിവസം എന്ന് പറയുന്നത്. സാറ്റർഡേ ആയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എന്നാലും നോർമലിനെക്കാട്ടിലും കുറച്ചും കൂടെ ഫ്രൈഡേനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു സാറ്റർഡേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ഷുട്ടൂന് കുറച്ച് മുട്ട വെക്കാമെന്ന് വെച്ചു. കുറച്ച് നല്ല മുട്ട വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ അവളും കുറച്ച് ക്രാങ്കി ആയിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചൊരു വാശിയും കരച്ചിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് മൂഡ് അങ്ങോട്ട് റെഡി ആയിട്ടല്ല ആൾ എണീച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾക്ക് മുട്ട കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചപ്പാത്തിയൊക്കെ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൾക്ക് ചെറിയ കോൾഡിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ ഉണ്ട്, ചെറിയൊരു മൂക്കടപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാശിയും കരച്ചിലും അസ്വസ്ഥതയൊക്കെ വേറെ. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് മുട്ടയും പാലൊക്കെ കൊടുത്തും സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അധികം നിർബന്ധിക്കാനൊന്നും പോയില്ല. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ഇത് അമ്മ അവർക്ക് വേണ്ട പിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഓൾറെഡി ചായ കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ചായ ഇടായിക്കൊണ്ടിരിക്കുന്നു. പുട്ട് ചായ പുട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചതുക്കലും പരിപാടിയിലൊക്കെ പോയിട്ടുണ്ട്. ഇതെൻ്റെ ന്യൂ നൈറ്റ് ഡ്രസ്സാണ്. നമ്മളന്ന് മാക്സിൽ മോളിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും ചതുക്കിയിട്ടിടുക. അതിൽ വേറെ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് തോൽ കളയൂല. തോല് കളഞ്ഞാൽ ആ ഒരു ഫ്ലേവർ കുറച്ചും കൂടെ പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. തോലടക്കം നിങ്ങൾ ഇടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. തോല് ഫുള്ളായിട്ടിട്ട് നമ്മൾ ചതുക്കി എടുക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ അങ്ങനെ നമ്മൾ ചതുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ഡ്യൂട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിക്സീൻ്റെ ടോപ്പ് ജാമായിപ്പോയി. അപ്പം നമ്മൾ വളരെ പരിശ്രമിച്ച് അവസാനം പൊളിച്ചടുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചതുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഉണ്ടാക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ വേഗം കഴിയുന്ന പണിക്ക് വേണ്ടിയിട്ട് ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. കുക്കർ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, റൈസ് വേറെ കുക്ക് ചെയ്തിട്ട് നമ്മൾ മസാല കുക്കറിൽ ജസ്റ്റ് ഒരു 1 വിസിലിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ചിക്കൻ കറിയും ചോറും വെക്കുന്നു എന്ന് ചോദിച്ച് ചുമ്മാ ഇങ്ങനെ നടന്നതാണ്. പിന്നെ ബിരിയാണിക്ക് ഇപ്പം ആക്ച്വലി കുറച്ചധികം ടൈം നമുക്ക് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബേബി തൊട്ടിട്ട് വെച്ചിരും ചുട്ടു. ഇത്ര നേരം എവിടെയാ പോയേ? അങ്ങനെ ഇത് രാവിലെ തന്നെ കറങ്ങാൻ പോയ ആൾ എത്തിയിട്ടുണ്ട്. കറങ്ങാൻ പോയി വരുന്ന വിധത്തിൽ തന്നെ കുഞ്ചു കടയിൽ പോകുന്നാണ്ട് ഓളെ പിന്നാലെ ഓടിയ ആൾ. അപ്പം അങ്ങനെ കടയിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് സമയം പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് TV ഒക്കെ വെച്ച് കൊടുത്തു. ഞാൻ രാവിലെ മുതൽ എണ്ണയിട്ട് വെച്ചതാണ് തലയിൽ. സോ ഞാൻ ഒന്ന് കുളിച്ച് തലയൊന്ന് വാഷ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. എനിക്കിതിലൊക്കെ എൻ്റെ മുടി കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഒന്നുമില്ല ഇപ്പം ആക്ച്വലി. ഭയങ്കര തിന്നിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. ഇപ്പം തല കുളിക്കാനും മടിയാണ്. കുളിച്ചാലും പോകും, കുളിച്ചില്ലെങ്കിലും പോകുന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ കുഞ്ചു ഓൾറെഡി അവളുടെ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ ഐ ആം ഓൾസോ തിങ്കിങ് അബൌട്ട് കട്ടിങ് ഹെയർ. ബിക്കോസ് കുറച്ചൊന്ന് ചെറുതാക്കിയാൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക പൊരിയൽ കുറയുമെന്ന് വിചാരിക്കുന്നു. നീളം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം നീളം വെക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. സോ ഞാൻ കുറച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴാണ് പോവാമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വ്ലോഗ് എടുക്കാം. ഞാൻ വേറെ ഹെയർ ഒന്നും ട്രൈ ചെയ്യാതെ വരുന്നതുകൊണ്ടല്ല, ഇപ്പം എനിക്കങ്ങനെ ഹെയർ ഭയങ്കര തിക്കൊന്നല്ല. അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ട്രൈ ചെയ്താൽ ഭയങ്കര നേരിയതൊക്കെ പോലെ തോന്നും മുടി. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ലെയർ തന്നെയാണ് കട്ട് ചെയ്യുക. ലെയർ അല്ലെങ്കിൽ ഫെദർ കട്ട് ഏതെങ്കിലും ഒന്നായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. തല മാത്രമേ കുളിക്കുന്നുള്ളൂ, മേല് വൈകുന്നേരം ആകുമ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഏകദേശം റെഡിയായി. നമ്മൾ ഇവിടെ നേരത്തെ കടയിൽ പോയ സമയത്ത് നമ്മളെ പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഷുട്ടൂന് ഞാൻ ഓൾറെഡി ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് നേരത്തെ ഞാൻ മുട്ട ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും പാൽ കുടിച്ചുകൊണ്ട് ഒരു മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇത് ചുമ്മാ ഇല കണ്ടപ്പം ആൾ എടുത്തിട്ടതാണ്. ആൻഡ് നമ്മൾ ബിരിയാണി, നമ്മൾ സാലഡ്, തൈര്, പപ്പടം, അച്ചാർ ഇതൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ അച്ചാച്ചൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം ഉണ്ടായിരുന്നു, നല്ല അടിപൊളി പാൽപ്പായസം. ഇപ്പം ചുട്ടു അത് കുടിക്കുന്നു. എന്തുവാ കൊണ്ടുവന്നേ? നേരെ കഴിക്കണേ, ഗ്ലാസ് താഴെയിടല്ല. ഓ അമ്മ കോരിത്തരട്ടെ പ്ലീസ്? ഇല്ലപ്പാ പീശടാ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞ്. ഇന്നൊന്നും സംസാരിക്കാൻ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇന്ന് ഭയങ്കര ബിസിയായിപ്പോയി. നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ ലേറ്റായി. അതുകൊണ്ട് എല്ലാം മായി വരുമ്പോഴേക്കും ഒരു ടൈം എടുത്ത്. ഇനിയിപ്പോൾ ഇവിടെ പിടിച്ച് കിടത്തി ഉറക്കണം, അതാണ് മെയിൻ ടാസ്ക്. അയ്യോ കാണില്ല, ശുക്കൂർ ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഇതെല്ലാം കുടിപ്പിച്ച് ഉറപ്പിട്ട് ഉറക്കട്ടെ. ചുട്ട് കുറച്ച് പൈനാപ്പിളെല്ലാം തിന്നുകൊണ്ട് കുറച്ച് മാത്രമേ ചോറ് തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇനിയിപ്പോൾ ഉറങ്ങി എണീച്ചിട്ടെല്ലാം കാണാം. അങ്ങനെ നമ്മുടെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു. ഇങ്ങനെ മുറ്റത്തിരിക്കായിരുന്നു. ഇനിയിപ്പോൾ ഷുട്ടൂനെ കുളിപ്പിക്കണം. ഞാൻ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആൾ പണിയെടുത്ത് വെച്ച പണിയാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവളെ കുളിപ്പിച്ചു. അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. അച്ഛനമ്മയെല്ലാം വിളക്ക് കത്തിക്കുന്ന തിരക്കില്ല. എനിക്ക് പിന്നെ പീരിയഡ്സ് ആയതുകൊണ്ട് വിളക്കൊന്നും കത്തിക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗിലൊന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു ലേസി ഡേ വ്ളോഗാണ്. ഞാൻ ആദ്യം എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ചുമ്മാ എടുക്കാമെന്ന്. ഇനിയിപ്പോൾ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. കാരണം ഇതിൻ്റെ അകത്തൊന്നുമില്ല. ആകെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം എന്നാലും ചുമ്മാ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ. ചുറ്റും അപ്പുറത്തുണ്ട്, അവർ വിളക്കെല്ലാം കത്തിക്കുന്ന തിരക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് രാത്രി എന്തായാലും ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, ബിരിയാണി തന്നെയാണ്. കുഞ്ചു എവിടെയോ പുറത്ത് പോയിട്ടുള്ളത്, അവളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. വൈകുന്നേരത്തെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ചുമ്മാ ഇങ്ങനെ ഫോണും സ്ക്രോൾ ചെയ്ത് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ പിന്നെ എല്ലാവരും ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് വൈകുന്നേരം പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. നമ്മളെല്ലാവരും ബിരിയാണി തന്നെ കഴിച്ചു. നമുക്ക് അങ്ങനെയാണ്, ബിരിയാണി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്കും രാത്രി പിറ്റേ ദിവസം ഉച്ചയ്ക്കും ഒക്കെ ബിരിയാണി ആയിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്നതിന് അങ്ങനെ വലിയ പ്രശ്നമുള്ള ആൾക്കാരൊന്നുമില്ല. സോ ഇവിടെ നിന്നല്ല, നമുക്ക് അങ്ങ് വീട്ടിലാണെങ്കിലും നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് ചൂടാക്കിയിട്ട് തന്നെ കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. നമ്മൾ മാത്രമേ കഴിക്കുള്ളൂ. ഷുട്ടൂന് അങ്ങനെ പിറ്റേ ദിവസം ഉള്ളൊന്നും കൊടുക്കാറില്ല. ആൾക്ക് മാത്രം കുറച്ച് ചോറോ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഒരു ദിവസം ബാക്കിലൊക്കെ ഉള്ളതാണെങ്കിൽ മാത്രം കൊടുക്കും. അത് ഉച്ചയ്ക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പിറ്റേ ദിവസം രാത്രിയൊന്നും അങ്ങനെ കൊടുക്കില്ല. അപ്പം ഞാൻ ഇന്ന് അവൾക്കിത് കൊടുത്തു. ഇനി നാളെ പിന്നെ രാത്രി എന്തെങ്കിലും എന്താ പറയുക പാസ്ത എങ്ങനെ ആക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. കുറേ ദിവസമായി ഇപ്പോൾ പാസ്ത കൊടുത്തിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ ഫുഡൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചൺ ക്ലീനിങ്ങിൽ അമ്മനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ എന്തായിരുന്നു, നമ്മൾ അതിലിടയ്ക്ക് ലൈം ടീ ഉണ്ടാക്കി. എന്തായാലും ബിരിയാണിയൊക്കെ രാത്രി കഴിച്ചതല്ലേ, ഒരു ലൈം ടീ കുടിക്കാനൊരു മോഹം. അപ്പം എല്ലാവരുടെ അടുത്തും ചോദിച്ചു, ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. ഞാനും അമ്മയും മാത്രം ഉണ്ടാക്കി കഴിച്ചു. ഷുട്ടു പിന്നെ എന്താ അറിയില്ല, അവൾക്ക് കോൾഡിൻ്റെ ഇതുകൊണ്ടാണോ എന്ന് തോന്നുന്നു, ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ വിചാരിച്ചു അവൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഓട്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതാണ് അവളുടെ കാര്യത്തിലുള്ള പ്ലാന്. എന്ന് വെച്ചാൽ രാത്രി അവൾ ഒന്ന് കഴിക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ പാല് കൂടി ഭയങ്കര കൂടുതലായിരിക്കും, പിന്നെ ഉറങ്ങാനേ സമ്മതിക്കില്ല. സോ വയറ് നല്ലപോലെ ഫില്ലാക്കിയിട്ട് ഉറക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഓട്സൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ആൾ തകൃതിയായിട്ട് അവിടെ അച്ചാച്ചൻ്റെ എടുക്കുന്ന ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കലാന്ന്. അത് പുതിയ ടോയ്യാണ്, അതിനെ കാറ്റ് കൊള്ളിക്കലായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു അവളുടെ പരിപാടി. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ട് ഉറക്കം പൂട്ടാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷുട്ടു എന്ത് സാധനം കിട്ടിയാലും വായില്ല. അപ്പോൾ അതിന് അച്ഛൻ വഴക്ക് പറഞ്ഞതിൻ്റെ സങ്കട പ്രകടനങ്ങളാണ് കാണുന്നത്. ഇനിയിപ്പം എല്ലാവരും ടി വി ഒക്കെ പൂട്ടി നമ്മൾ പോയി കിടന്നുറങ്ങാൻ പോവുമായിരുന്നു. അതങ്ങനെ ചുറ്റി പിടിക്കേണ്ട സാധനമല്ലല്ലോ.
അങ്ങനെ ചെയ്യാൻ പാടില്ല ചുട്ടാ. അപ്പൊ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നു. ചുട്ടു ഭയങ്കര അലമ്പാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നുമില്ല. ചുട്ടു നമ്മളെപ്പരം ചോറൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആള്. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഓട്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഇന്നത്തെ നമ്മൾ ഒരു ഡെയിലി വ്ളോഗ് എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സബ്സ്ക്രൈബർ ഒറ്റയ്ക്ക് ഓക്കെ എന്നാ പറ. അയ്യോ അവിടെ ക്യാമറയിൽ വെക്കല്ലേ, ഇത് മാറ്റി. ആ ഈ കൈ ആ പറ.